എടാ ദിസ് ഈസ് ഇതിൽ അങ്ങനെ പ്രശ്നങ്ങൾക്കും പൊല്ലാപ്പുകൾക്കും ശേഷം വിജയണ്ണൻ്റെ ജനനായകൻ റിലീസായിട്ടുണ്ട്. FDFS കണ്ടു, ഇതായിപ്പോൾ വന്നതേ ഉള്ളൂ. ആസ് എ വിജയ് ഫാനായിട്ടും അതേപോലെ തന്നെ ഒരു സിനി ഫാനുമായിട്ടുമാണ് അങ്ങനെയാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ എടുക്കുക. എല്ലാവർക്കും വേറെ അഭിപ്രായങ്ങളാണ്, ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയണത്, അതിൽ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, സോ പടത്തിനെ പറ്റി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് ഇന്ന് പോയി കണ്ടതിൽ എനിക്ക് നല്ല മൊമെൻറ്റ്സ് എന്ന് പറയാൻ തോന്നിയ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഒന്ന് അവസാനമായിട്ട് ഒരു വിജയണ്ണൻ്റെ ഒരു പടം തിയേറ്ററിൽ ആ ഒരു ആരവവും അടിച്ച് പൊളിച്ച് കാലമ്പ് ബഹളം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് കാണാൻ പറ്റി. ഒന്ന്, ഓഫ് കോഴ്സ് വിജയണ്ണനെ ഗോട്ടിന് ശേഷം സ്ക്രീനിങ് കാണുന്നു ഒന്ന്. സോ പിന്നെ ഇതിൻ്റെ ആ ഒരു പുതിയ ടൈറ്റിൽ കാർഡ്, വിജയണ്ണനുള്ള ആ ഒരു പുതിയ ടൈറ്റിൽ കാർഡ്, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ക്രെഡിറ്റ് സീനിനോടനുബന്ധിച്ച് കുറച്ച് സീൻസുകളുണ്ട്. ഇത്രയും എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള നല്ല അടിപൊളി മൊമെൻറ്റ്സ് ആയിരുന്നു. ഓക്കെ, സോ കമ്മിങ് ടു പടത്തിനകത്തോട്ട് പറഞ്ഞെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇതൊരു ബിലോ ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, കാരണം ഒന്നാമത്തെ കേസ്, ഞാൻ ഈ ബാലയ്യയുടെ പടം ഒറിജിനലി ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അത് തന്നെ എനിക്ക് തീരെ വർക്കായിട്ടില്ല. സോ ആ ഒരു സെയിം പരിപാടി തന്നെയാണ് ഇവിടെ. ബാലയ്യയുടെ ആ ഒരു പടത്തിൻ്റെ ആ ഒരു കഥയിൽ എന്ന് വെച്ചാൽ നമ്മളെ ശിവാർത്തി തന്നെ മധുരാശിയിലെ മറ്റേ ഗൺ കൾച്ചറൊക്കെ കുറച്ച് വേറെ രീതിയിലോട്ട് വെച്ച് കുറച്ച് വർഗീയതയൊക്കെ കയറ്റി അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു പരിപാടിയായിട്ടാണ് ഇവിടെ പോയത്. ഫസ്റ്റ് ഓഫ് ഓൾ അണ്ണൻ്റെ സ്ക്രീൻ പ്രസൻസ് വാസ് കിടു. അത് അൺബീറ്റബിൾ സാധനമാണ്, അതിനൊന്നും പറയാനൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അന്നും അതെ ഇന്നും അതെ വർഷങ്ങളായിട്ട് കൈയടിച്ച് ആർപ്പൊളിക്കണതാണ്. പക്ഷേ കമ്മിങ് ടു ഈ ഒരു പടം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ ആ ഒരു ഇത് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ചിലവർക്ക് എന്ന് വെച്ചാൽ ഇത് പടം കാണിച്ച് ഭയങ്കര കിടിയായിട്ട് തോന്നും, ഭയങ്കര വിഷയമായിട്ട് തോന്നി. എനിക്കിത് വെറും ബിലോ ആവറേജ് ആയിട്ട് ഉള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ കമ്പാരിറ്റീവ്ലി ബാലയ്യ ചെയ്യുന്ന മറ്റേ ഭീകര ലോജിക്ലെസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അണ്ണൻ്റെ ഇതിൽ വന്നപ്പോഴേക്കും കുറച്ചൊക്കെ അധികം മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എണ്ണി പറയാനായിട്ട് കുറച്ച് തിയേറ്ററിക്കൽ മൊമെൻറ്റ്സ് കിട്ടില്ലായിരുന്നു. കുറച്ച് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എണ്ണി പറയാൻ മാത്രം, അത്രേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എനിക്ക് ഭയങ്കര ഇതായിട്ടും തോന്നിയില്ല. പിന്നെ എന്താ പറയുക, ഇത്രയും ബഡ്ജറ്റുള്ള പടത്തിൽ EFX ഒക്കെ ശോകം. ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ പോകുന്ന സീൻസൊക്കെ ഉണ്ട്, എന്തോന്നടേ അത് അല്ലാതെ നോർമലി തന്നെ VFX ശോകം. പിന്നെ തെലുങ്കിലാണെന്നുണ്ടെങ്കിൽ ശ്രീലീലയാണ്, ഇവിടെ ആണെങ്കിൽ അത് മമിത ബൈജുവാണ്. രണ്ടുപേരും ക്രിഞ്ച് വെച്ച് അങ്ങ് അഭിനയിച്ച് തള്ളിയിട്ടുണ്ട്. ഒന്നാമത്തെ കേസ്, എനിക്ക് അങ്ങനെ ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നിയൊന്നുമില്ല. അങ്ങനെ ഓരോ സീൻസുകൾ നടക്കുന്നു, അങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അണ്ണനെ കാണാം എന്ന് പറഞ്ഞാൽ അണ്ണനെ അവസാനമായിട്ട് ഒന്ന് കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ പൂജ ഹെഗ്ഡെ വരുന്നു എന്ന് പറഞ്ഞാൽ അണ്ണൻ ഒന്ന് സെഡ് ആവുമ്പോഴേക്കും വരും, അവിടെ ചാടി വരും, എന്നിട്ട് ബാബാ ആ പോട്ടെ സാരമില്ല കേട്ടാ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. അല്ലാതെ വളയ്ക്കാനാണെന്ന് നോക്കുന്നു, റൊമാൻസ് ആണെന്ന് കാണിക്കുന്നു, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇതിൽ എന്തിനോ വേണ്ടി പ്രത്യേകിച്ച് വലിയ ഗുണമുള്ള ക്യാരക്ടറൊന്നുമില്ല. ഇതിനെക്കാട്ടിയും ക്രിഞ്ചാണെങ്കിൽ പോലും തെലുങ്കിൽ വന്നപ്പോൾ കാജൽ അഗർവാളിന് ഇതിനെക്കാട്ടി സീൻ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് ചിലയിടത്തൊക്കെ കിടിലായിരുന്നു, ചിലയിടത്തൊക്കെ ഭയങ്കര വീക്കായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഈ രാവണമവൻ ഒരു പാട്ടുണ്ടല്ലോ, അതിൻ്റെ തന്നെ 2 വെർഷൻ ഉണ്ട്. ഒന്നാമത്തെ വെർഷൻ കിടില, ഓഫ് കോഴ്സ് നമ്മൾ കേട്ടിട്ടുള്ളത്. രണ്ടാമത്തെ വേറൊരു ബീറ്റ് സാധനമുണ്ട്, കിടിലായിരുന്നു. പിന്നെ ഒരു ഹനുമാൻ കാൻഡിൻ്റെ ഒരു വെർഷൻ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ അങ്ങനെ എനിക്ക് എന്താ പറയുക, ബിലോ ആവറേജിൽ ഒതുങ്ങിയ സ്റ്റിൽ കിടിലൻ സ്ക്രീൻ പ്രസൻസ് ഉള്ള അത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം സെൻസർ ചെയ്തതിന് ശേഷം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ശരി, റേറ്റഡ് ആണ് ഈ പടത്തിന് കൊടുത്തത്. ഓക്കെ, ഈ പടത്തിന് എന്തുകൊണ്ട് റേറ്റഡ് കൊടുത്തു എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഒന്ന് നിൽക്കട്ടെ. കൈ വെട്ടുന്നു, തല വെട്ടുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കും. ഓക്കെ, അല്ലാതെ അത് ബ്ലറ് കാണിച്ചിട്ട് എന്നാ റേറ്റഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരിതാണ്. ഒന്ന്, പിന്നെ ചെറിയൊരു കൈൻഡ് ഓഫ്, അത് സ്പോയിലർ എന്ന് ഞാൻ പറയണില്ല, എന്നിരുന്നാലും കൈൻഡ് ഓഫ് ഒരു ന്യൂഡിറ്റിയുടെ ഒരു സീനുണ്ട്. അത് ഓക്കെ, ശരി, ബ്ലർ ചെയ്ത് കാണിച്ചു, ഓക്കെ അത് ശരി. അല്ലാതെ തല വെട്ടുന്നു, കൈ വെട്ടുന്നു, രക്തം തെറിക്കുന്നു, ഇതിനൊക്കെ ബ്ലർ അടിച്ച് വെച്ചേക്കണം. എന്തിനി ഇത്? എനിക്ക് മറ്റേ വിടാമുയർച്ചി പടമാണ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഇതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ, ഈ അണ്ണൻ്റെ കയ്യിൽ മറ്റേ പച്ച കുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് വന്നപ്പോൾ ചില സീനിൽ TVK മാറി ദളപതി എന്നായി. ഓക്കെ, എന്നിട്ട് വേറെ ചില സീനിൽ ഈ പറയും പോലെ TVK എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ ഒരു കാൽഭാഗം അരഭാഗം മാത്രം കാണിക്കും. വേറെ ചിലതിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പച്ച കുത്തിയ ഒരു ടാറ്റുവിൻ്റെ ഒരു പരിപാടിയേ ഇല്ല. പിന്നെ എന്തോന്ന് പറയാൻ,
അണ്ണൻ്റെ യൂഷ്വൽ ക്രിഞ്ച് ഒരു വിജയ് ഫാനൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും അതൊക്കെ കുറച്ച് ഓവറായില്ലേ. പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഡ്യൂറേഷൻ 3 മണിക്കൂർ 3 മിനിറ്റ് കൂടി പോയില്ലേ. അതുമാത്രമല്ല ചില സീനുകളെന്ന് പറഞ്ഞാൽ കറക്റ്റ് കൺട്രോൾ സി കൺട്രോൾ വി ഡയലോഗ് വരെ തമിഴ് ഡബ്ബിൽ നിന്ന് എടുത്തു വെച്ചതുപോലെ എനിക്ക് തോന്നി. അത് മാത്രമല്ല ഇപ്പം പോക്കിരി ആയാലും ഗില്ലി ആയാലും തിരുപ്പാച്ചി ആയാലും എന്ന് പറഞ്ഞാൽ ആ ഒരു ഡബ്ബിഡ് സാധനം ഉണ്ടെങ്കിൽ പോലും അണ്ണൻ്റേതായിട്ടുള്ള കുറച്ച് പടയ്പ്പുകളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അണ്ണൻ ബാലയ്ക്ക് പണി വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. സോ മൊത്തത്തിൽ വൺ ടൈം വാച്ചിനുള്ള ഒരു സാധനമേ ഉള്ളൂ. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ലൈക്ക് തീർന്നു, ഇതോടുകൂടി അണ്ണൻ്റെ പരിപാടികളൊക്കെ തീർന്നു എന്ന് വെച്ചാൽ നല്ലൊരു പടം. സത്യം എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ ഓൾറെഡി ക്രെഡിറ്റ് സീന് കാണുമ്പോഴേ നമുക്ക് ലാസ്റ്റ് ഒരുമാതിരി അങ്ങ് തോന്നും. എന്ന് പറഞ്ഞാൽ നല്ലൊരു പടം, ഒരു കിടിലൻ കഥയിൽ ആലോചിക്കണം. ഈ ഒരു ബിലോ ആവറേജ് കഥയിൽ പോലും അത്രയും കിടിലൻ സ്ക്രീൻ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരു കിടിലൻ കഥ, ഒരു എന്താ പറയുക, ഒരു ലിയോ പോലെ, ഒരു മാസ്റ്റർ പോലെ, അല്ലെങ്കിൽ ഒരു തുപ്പാക്കി പോലെ, കത്തി പോലെ, അതുപോലെ എന്ന് വെച്ചാൽ അത്രയും ഒരു കിടിലൻ കഥയിൽ അണ്ണൻ ഈ ഒരു സിനിമാ ജീവിതം കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി പേഴ്സണലി. തൽക്കാലത്തേക്ക് അത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാം. പിന്നെ ശരിയാണ്, ലീക്ക്ഡ് വെർഷൻ വന്നിട്ടുണ്ട്. ഇത്ര മദ്രാസ് ഹൈക്കോടതി പറയുന്ന പ്രകാരം 1.2 കോടി ആൾക്കാരോളം ഈ പടം ലീക്ക്ഡ് സാധനം കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സീൻ ബൈ സീൻ ഇതിനെപ്പറ്റി പറയാൻ പറ്റൂല. തൽക്കാലത്തേക്ക് സംസാരിക്കാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ വേറെ പെർഫോമൻസ് വൈസ് ആയാലും അങ്ങനെ വേറെ ആരും അങ്ങനെ ഗംഭീരം കിടിച്ചായിട്ടൊന്നും തോന്നിയില്ല. ഈവൻ ബോബി ഡിയോളാണെങ്കിലും എനിക്കൊരു ഓക്കെ കൈൻഡ് ഓഫ് ഫീലാണ്. അത് മാത്രമല്ല കുറേയൊക്കെ റീഡബ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ലിപ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ബോബി ഡിയോൾ മാത്രമല്ല, ബോബി ഡിയോൾ ഹിന്ദി അല്ലാതെ മൊത്തത്തിൽ. സോ അങ്ങനെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ അണ്ണൻ്റെ അവസാന പടം. ഇനിയിപ്പോൾ റിലീസുകൾ തന്നെ ശരണം. അപ്പം ശരി, എന്നാൽ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. ഇത് എൻ്റെ അഭിപ്രായം. എതിരെ നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, കിടിജായിട്ട് തോന്നാം. ഇതെൻ്റെ ഒപ്പീനിയനാണ്. ആസ് എ വിജയ് ഫാനാണ്, ഇല്ലെന്നൊന്നും പറയാനില്ല. അത് അന്നും ഇന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയും. എന്നും പറഞ്ഞ് ചെയ്ത് കാരണം എല്ലാം കിടിജൊന്നും പറയാൻ പറ്റില്ല. നല്ലതിന് നല്ലതെന്ന് പറയണം, മോശം എന്ന് പറയണം. സോ അത്രേ ഉള്ളൂ ഈ പടത്തിനെ പറ്റി പറയാൻ. സോ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം പറയുക. അപ്പം അത്രേ ഉള്ളൂ. ശരി എന്നാൽ.